ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? മഴയൊക്കെ എങ്ങനെയുണ്ട് നാട്ടിൽ? നല്ല മഴയായിരിക്കും അല്ലേ? ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? വെള്ളമൊന്നും കയറുന്ന സ്ഥലത്തൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടങ്ങളിൽ അങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥലമല്ല കേട്ടോ ഈ ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയ. അന്ന് കുറേ മുൻപ് ഒരു 2018 വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായില്ലേ, അപ്പോഴൊന്നും ഇങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. സൂര്യന് സ്കൂളില്ല, അപ്പോൾ കുറച്ച് വൈകിട്ടാണ് എണീറ്റിരിക്കുന്നത്. എന്നാലും 9 മണിക്കായിട്ട് പോകണം, എന്നാലും കുഴപ്പമില്ല, കുറച്ച് വൈകിട്ട് അങ്ങനെ എണീറ്റു. ഇന്നലെ കിടന്നപ്പോൾ കുറച്ച് വൈകി, പാക്കിങ്ങൊക്കെ ആയിട്ട് കുറച്ച് വൈകി കിടന്നപ്പോൾ. അപ്പോൾ പിന്നെ എണീക്കുന്നതും അതിനനുസരിച്ച് കുറച്ച് വൈകിട്ട് എണീറ്റതാണ്. ഇന്ന് പിന്നെ കുറച്ച് നേരം വൈകി എണീറ്റ കാരണം 2 ഡോറും തുറന്നിട്ടുണ്ട്. ആദ്യം മെയിൻ ഡോറ് തുറന്നിട്ടുണ്ട്, പിന്നെ അത് അകത്തേക്ക് കയറിയതിന് ശേഷം ഞാൻ പിന്നെ അങ്ങ് അടച്ചുവിട്ടാ, പിന്നെ ഫ്രണ്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ. പിന്നെ ബാക്കിലെ ഡോറും വന്ന് തുറന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെളിച്ചമായില്ലേ. മറ്റത് ബാക്കിലെ ഡോറ് തുറക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു, എന്തിനപ്പം തന്നെ തുറക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ തുറക്കാതെയായി. ഇപ്പോൾ പിന്നെ നല്ല വെളിച്ചമായല്ലോ, അതാ തുറന്നത്. അങ്ങനെ രാവിലത്തെ ആദ്യത്തെ പണി ചോറ് വെപ്പ്, അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക്, അത് വർക്ക് ഏരിയയാണ് കേട്ടോ. ഇത് കിച്ചണാണ്, ഇനി അറിയാത്തവരടുത്ത് ഒന്നുകൂടിയും പറഞ്ഞതാണ്. ഇവിടെ 2 കിച്ചണൊന്നുമില്ല, അത് വർക്ക് ഏരിയ, ഇത് കിച്ചൺ. അപ്പോൾ ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുട്ടക്കറിയും പത്തിരിയാണ്. മറ്റേ അരിയുടെ നൈസ് പത്തിരി എന്ന് പറയും നമ്മളുടെ അവിടെ. ഞാൻ ഇന്ന് അത്ര നൈസാക്കുന്നില്ല, അത്ര കനം കുറയ്ക്കുന്നില്ല. ഇന്ന് കുറച്ച് രാവിലെ കുറച്ചൊരു ധൃതിയിലുള്ള എല്ലാം കൂടിയുള്ളൊരു പണിയല്ലേ. അതാണെങ്കിൽ വളരെ തിന്നായിട്ട് വേണം ചെയ്യാൻ. ഏറ്റവും തിന്നാക്കാൻ പറ്റുമോ അത്രയും നല്ലത്, അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ അത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറേ പത്തിരി ഉണ്ടാക്കും വേണം, കുറേ ടൈം അതിന് മുകളിൽ നിൽക്കും വേണം. അപ്പോൾ ഞാനൊരു ഇത്തിരി കട്ടി കൂട്ടും, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു കപ്പിന് പൊടിക്ക് 1.25 കപ്പ് വെള്ളം. സാധാ പത്തിരിപ്പൊടി, ഇപ്പോൾ പാക്കറ്റുകളിൽ പത്തിരിപ്പൊടി പറഞ്ഞിട്ട് തന്നെ കിട്ടുമല്ലോ, അതെടുത്താൽ മതി. എന്നിട്ട് അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അതിൻ്റെ ആ മാവ് ഇങ്ങനെ ഒട്ടാതിരിക്കാൻ ഇതിനൊക്കെ നല്ലതാണ്. ഒത്തിരി 1 സ്പൂണോളം വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക. സിമ്മിലിട്ടിട്ട് വേണം, പൊടി ഇടുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ എല്ലായിടത്തേക്കും വെള്ളം ആവുന്ന വിധത്തിൽ, അവിടെ ഇവിടെയും ഇങ്ങനെ വെള്ളം ഇല്ലാണ്ടെയും കട്ട പിടിച്ചിട്ട് അങ്ങനെ ആവരുത്. അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് അത് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കുഴയ്ക്കൊന്നും വേണ്ട, കൈ ചൂടാവും. അപ്പോൾ ഞാനങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇനി കുഴയ്ക്കുള്ളൂ. ഇത് മുട്ടക്കറി ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണല്ലോ, ഇടയ്ക്ക് പറയാറുണ്ട്. അതിലേക്ക് സവാളയും ഞാൻ ഇഞ്ചി ഇടാറില്ല. ഇഞ്ചി വേണമെങ്കിൽ ഇടാട്ടോ. ഇനി ഇഞ്ചി വിരോധിയാണ് ചെറിയ രീതിയിൽ, എല്ലാത്തിലും ഇല്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു ഇഞ്ചി വിരോധി ആണ് ഞാൻ. എന്താ അറിയില്ല, എൻ്റെ അമ്മ ചട്നി ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഇഞ്ചി ഇടും. ഞാൻ എന്നിട്ട് ചോദിക്കും, ഇതെന്താ ഇഞ്ചിക്കറിയോ അതോ ചട്നിയോ എന്ന് ചോദിക്കും. എനിക്കും ചേച്ചിക്കും ഇഷ്ടമല്ല ഇഞ്ചിയുടെ ടേസ്റ്റ് ഈ ചട്നിയിൽ. ഞാൻ വേണമെങ്കിൽ ഇടാന്നുള്ള പോലെ ഇത്തിരി നുള്ളു കഷ്ണമൊക്കെ ഇടുള്ളൂ. അമ്മയാണെങ്കിൽ നിറച്ചിടും. ഉള്ളി അരിയണതിൻ്റെ മുന്നേ തന്നെ പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഉള്ളി പെട്ടെന്ന് അങ്ങ് അരിയല്ലോ. മുൻപ് എന്നെ പറഞ്ഞിരുന്നായിരുന്നു, വെജിറ്റബിൾ കട്ട് ചെയ്യാൻ മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് പറയും വീട്ടിൽ. അത് മാത്രമായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നതേ. അപ്പോൾ അത് നല്ല സ്പീഡിൽ ചെയ്യും. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ എന്തോ ബിരിയാണി വയ്ക്കായിരുന്നു, അങ്ങനെന്തോ ആണ്. അപ്പോൾ കുറച്ച് ഉള്ളി ഇതൊക്കെ ഇങ്ങനെ അരിയാനിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരം എനിക്ക് ഉള്ളി അരിയാനൊന്നും അറിയില്ല, സ്പീഡ് ഉണ്ടാവില്ല. അന്നേ എൻ്റെ കൈ നോട്ടിട്ടിട്ട് നഖവും നെയിൽ പോളിഷൊക്കെ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോവാതെ അങ്ങനെ നഖം വളർത്തി നെയിൽ പോളിഷ് ഇട്ടുണ്ടെങ്കിൽ വീട്ടിലങ്ങനെ പണികളൊന്നും അത്ര കഷ്ണം നുറുക്കുക അങ്ങനെ ഒരു തരം പണികളും ഞാൻ ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് മൊത്തത്തിലുള്ള ഒരു വെപ്പ്. അന്ന് എല്ലാവരെയും ഞെട്ടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എല്ലാവരെയും വിചാരിക്കുന്നതിനേക്കാളും സ്പീഡിൽ ഞാൻ ഇങ്ങനെ ഉള്ളി അരിഞ്ഞപ്പോഴാണ് ഉള്ളിയൊക്കെ ഇത്ര സ്പീഡിൽ അരിയാൻ പറ്റില്ലേ എന്ന് മനസ്സിലായത്. മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ വേറൊരു വലിയൊരു പാത്രത്തിൽ വേറെ സ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ചെറിയൊരു കുപ്പിയിലുള്ളതാണ് ഞാൻ ഇവിടെ ഈ പുള്ളൗട്ട് ട്രേയിൽ വെക്കുന്നത് എപ്പോഴും. മറ്റേത് അത് കഴിഞ്ഞ് അതിലേക്ക് നിറച്ച് വയ്ക്കും. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നിറച്ച് വെച്ചതാണ്. ഇനി മുരിങ്ങയിലക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അതിലേക്ക് പരിപ്പ് ഒന്ന് കഴുകി കുക്കറിലിടാൻ പോവാണ് കേട്ടോ.
ഇത് പെട്ടെന്ന് വേവണ പരിപ്പാണ്. മുരിങ്ങയിലക്കറി ആയ കാരണമാണ് ഞാൻ ആദ്യം വെക്കുന്നത്. അല്ല സാമ്പാറൊക്കെ ആണെങ്കിൽ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ടാൽ മതി. ഇത് പിന്നെ ഇലയാണെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. അത് കാരണമാണ് ആദ്യം ഇപ്പോൾ ഒന്ന് വേവിച്ചെടുക്കണത്. അതന്നെ ഒരു വിസിൽ വന്ന് പെട്ടെന്ന് തുറക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ആകെ പരിപ്പൊന്നും കാണാനില്ലാത്ത പോലെ അങ്ങനെ വെള്ളം പോലെ ആയിട്ടുണ്ടായിരിക്കും. മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ സവാളയും ഇതൊക്കെ വഴറ്റി അതിൽ മല്ലിപ്പൊടി, മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും, കുരുമുളക് പൊടിയും, ഗരം മസാലയും എല്ലാം ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഇട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് സെറ്റ് ആവണമ്പോൾ അതിലേക്ക് പിന്നെ മുട്ട വേവിച്ചതില്ലേ അതൊന്ന് നടുമുറിച്ചിട്ട് അതിൽ ചേർക്കുക. പിന്നെ തേങ്ങ അരച്ചതും ചേർക്കുക. തേങ്ങ അരച്ചതിൽ വേണമെങ്കിൽ ഇത്തിരി പെരുംജീരകം കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത്ര ചേർക്കാളൂ. വേഗം ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടാവും ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. എളുപ്പമുള്ള പണിയല്ലേ. ഒരിക്കലൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ടേസ്റ്റാണിത്. ഈ ഉള്ളിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റുമ്പോൾ അതിൽ കൂടെ അതൊന്ന് വഴന്നു കഴിഞ്ഞാൽ ചെറിയൊരു തക്കാളി ഇടാം. പച്ചമുളക് നടു കീറിയിട്ട് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് മുരിങ്ങയിലായിരുന്നു കേട്ടോ. മുരിങ്ങയില കഴുകിയെടുത്തതാണ്. അതൊരു വലിയൊരു പാത്രത്തിലിട്ടിട്ട് കഴുകിയിട്ട് പിന്നെ ഇതിലേക്ക് കൊട്ടിയതാണ്. പിന്നെ മഴക്കാലത്തെ മുരിങ്ങയിലായ കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അധികം ചെളിയില്ല, പിന്നെ അധികം പുഴു അങ്ങനത്തെ കേടുകളൊക്കെ കുറവാണ്. ഇനി ഈ മുട്ടക്കറിയിൽ ഞാൻ ഉള്ളി മൂപ്പിച്ചൊഴിക്കട്ടെ. ഒരുവിധം കറികളിലൊക്കെ ഞാനിവിടെ ഉള്ളി മൂപ്പിച്ചൊഴിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കറിക്കൊരു ടേസ്റ്റ് കൂടും ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഒഴിച്ചാൽ. ഇപ്പം ഞാൻ ഇനി മുരിങ്ങയിലക്കറി ഉണ്ടാക്കിയാലും അതിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. കടുകിന് പകരം ഉള്ളി മൂപ്പിച്ചൊഴിക്കുക ചെയ്യുക. ചില കറികൾക്കൊക്കെ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കാടാമ്പുഴ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. അതാണ് ഞാൻ ഉപ്പേരിക്കുള്ളതൊന്നും ചെയ്യാത്തത്. അമര നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലേ ഞാൻ. അപ്പോൾ ഇത് കിട്ടുമോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കില്ല. ഇപ്പോൾ ബീഫോ അല്ലെങ്കിൽ മീൻ വറുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കില്ല. എന്തെങ്കിലുമൊക്കെ മതി. അങ്ങനെ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചെയ്യൊന്നുമില്ല. കുറേ കറികളോ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. കറി, ഉപ്പേരി, പിന്നെ എന്തെങ്കിലും പപ്പടം ഉണ്ടെങ്കിൽ അത്, അച്ചാർ അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പം മീൻ വറുത്തത് അങ്ങനെ ഉണ്ടെങ്കിൽ ഉപ്പേരി ഒഴിവാക്കും. ഇപ്പോൾ അതേപോലെ ബീഫ് കിട്ടുമോ ഇല്ലയെന്ന് നോക്കിയിട്ട് മതിയല്ലോ വെച്ചിട്ടാണ് ഞാൻ ഉപ്പേരി പണിയൊന്നും ചെയ്യാത്തത്. അങ്ങനെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യും. അത് പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അല്ല. അത് ഒരുപാട് ഇങ്ങനെ അത്രയ്ക്കും ലാവിഷ് ആവണ്ട എന്നുള്ളൊരു തോന്നലാണ്. അതേപോലെ തന്നെ ഒരു ദിവസം നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ആർഭാടായിട്ട് നമ്മൾ അന്നത്തെ കുറച്ചധികം നമുക്ക് തോന്നുകയാണ് അങ്ങനെ കഴിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഞാനതൊന്ന് ബാലൻസ് ചെയ്യും. അന്നൊന്ന് ചുരുക്കി പിടിക്കും പിറ്റേന്ന്. അത് എൻ്റെ മനസ്സിലുണ്ടായിരിക്കും, അയ്യോ ഇത്രയും ആർഭാടത്തിൽ കഴിഞ്ഞ ദിവസം ചെയ്തതല്ലേ, എന്നും അങ്ങനെ പാടില്ല. അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ ആകുമ്പോൾ എനിക്കെന്തോ ഒരു മനസ്സിനെന്തോ ഒരു പോലെയാണ്. അപ്പം ഞാൻ അന്നത്തെ ദിവസം പിറ്റേന്ന് തന്നെ ഞാനൊന്ന് ചിലവ് ചുരുക്കും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടാ. വർത്തമാനത്തിൻ്റെ ഇടയിൽ മുരിങ്ങയിലക്കറി ആയല്ലേ. ഇനി അതിലേക്ക് ഉള്ളി ഒഴിച്ചാൽ മതി. മുരിങ്ങയിലക്കറി ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമല്ലേ. പരിപ്പ് ഒഴിച്ചു അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും 1-2 മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും അത് വേവും ചെയ്യും. പിന്നെ തേങ്ങയിൽ ജീരകവും ഉള്ളിയും ചെറിയ ഉള്ളി ചേർത്ത് ചേർത്ത് കൊടുക്കുക. തിള വരുമ്പോഴേക്കും ഓഫാക്കുക. കറി ഇറക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ട് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. അത് ചുമന്നുള്ളത് ഒരു കളറില്ലേ, മഞ്ഞ കളർ, അത് വരെ എടുത്തത് വെള്ളയായിട്ടിരിക്കണം പത്തിരി. എന്നാൽ വേഗം വേണം. ഈ അരിയുടെ ഇത് കരിഞ്ഞ ടേസ്റ്റ് പോകുന്നത്. ഏട്ടന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുമായിരുന്നു, ആ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു യെല്ലോ കളർ ഒരിത് വരുമല്ലോ, കളറ് വരരുത്, വെളുത്തുകൊണ്ടിരിക്കണം പത്തിരി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കളറൊന്നും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ പത്തിരിയുടെ ടേസ്റ്റ് പോകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അത് കരിച്ചു വയ്ക്കും. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുകയെ.
കഴിഞ്ഞ വീഡിയോകളിൽ 1-2 വീഡിയോകളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ഈ ഹോട്ട് പോട്ടിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നല്ല സ്വിച്ച് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതല്ലേ ഹോട്ട് ബോക്സ് എന്നുള്ളത്. അതിൽ നമ്മൾ ചോറ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഒരു 1.5 മണിക്കൂറോളം, അത് ഓരോ അരിയുടെയും വ്യത്യാസത്തിനനുസരിച്ചുണ്ടായിരിക്കും കേട്ടോ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് വാർക്കുക. അപ്പോഴേക്കും അത് വേവും. അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. അത് മറ്റിങ്ങനെ ചോറ് അടുപ്പ് തന്നെ വെച്ചും കൊണ്ട് ഇങ്ങനെ വേവിക്കേണ്ട, ഇത് നല്ലതാണ്. അത് അരി ഇരുന്നിട്ട് തിളച്ച് അങ്ങനെ വെന്തോളും. അത്രയേ ഉള്ളൂ പണി. ഇതിന് എത്രയാ റേറ്റ്? ഇത് 1.5 kg ആണ് കേട്ടോ അതിൻ്റെ വലിപ്പം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങട്ടെ. ചായ, കട്ടൻ ചായയാണ്. ആരൊക്കെ ചോദിക്കാറുണ്ട് കട്ടൻ ചായയെ കുടിക്കാറുള്ളൂ എന്നൊക്കെ കേട്ടോ. അങ്ങനെയൊന്നുമില്ല, കട്ടൻ ചായ അങ്ങനെ ശീലമായി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പാൽ ചായ കുടിക്കില്ല എന്നൊന്നുമില്ല. പാൽ ചായ കുടിക്കുമ്പോൾ പിന്നെ മധുരക്കെട്ട് അങ്ങനെയൊക്കെ ഒരു ശീലമാണ്. മധുരം ഇല്ലാണ്ട് കുടിക്കും, എന്നാലും ചിലപ്പോൾ ഒരു മധുരമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കും. അപ്പോൾ പിന്നെ കട്ടൻ ചായ അത് നല്ലതല്ലേ വെച്ചിട്ട് അതങ്ങ് ശീലമായി. മധുരം ഇല്ലാത്ത കട്ടൻ ചായ കുടിച്ച് അങ്ങ് ശീലമായി. എന്തും കുടിക്കും, കട്ടൻ ചായ കുടിക്കും, പാൽ ചായ കുടിക്കും, കാപ്പി കുടിക്കും, പാൽ കാപ്പി കുടിക്കും, എല്ലാം. പിന്നെ നമ്മൾ ആ പഞ്ചസാരയും പാലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് മാത്രം. അത് കൊളസ്ട്രോളിൻ്റെ എന്തൊരു ഇത് പറഞ്ഞപ്പോൾ ഏട്ടന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതാണെന്ന്. അപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞാനും കൂടെ കൂടിയതാണ്. പിന്നെ അത് സൂര്യനും ശീലമായി, അവനും കൊടുത്തു തുടങ്ങിയപ്പോൾ അവനും അത് ഓക്കെ ആയി. ഇന്നാൾ ദിവസം ലൈവിൽ വന്നപ്പോൾ എന്തായിരുന്നു അവരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കുട്ടിക്ക് പാല് കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ പാല് കാച്ചിട്ട് കൊണ്ടുവരൂ, ഇത്ര വിഷമം ഉണ്ടെങ്കിലെന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. പാല് കാച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ ആളെ കണ്ടിട്ടില്ല. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും സൂര്യൻ എവിടെ പോയി, സൂര്യനെ തിരയുന്നവരുണ്ടായിരിക്കും, ഇതുവരെ സൂര്യനെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്ത് എത്തിയിട്ടില്ലല്ലോ ആളിവിടെ എവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. ഇതിലാരോ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു, വീഡിയോ കാണാതിരിക്കുന്നത് തന്നെ സൂര്യനെ കാണാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഗൾഫിലുള്ള പേരക്കുട്ടിയുടെ പോലെ ഉണ്ട് സൂര്യൻ എന്നൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു Q&A ചെയ്യുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചോളൂ. കഴിഞ്ഞ പ്രാവശ്യം അറിഞ്ഞില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിതിൽ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. പത്തിരികൾ കുറേ തരം ഉണ്ട്. ടയർ പത്തിരി പറഞ്ഞിട്ട് കട്ടിയുള്ളതുണ്ട്, കണ്ണൂരുകാർ. അത് പക്ഷെ മറ്റേ ചോറ് വയ്ക്കുന്ന അരിയില്ലേ, ഉഴുന്നലരി ആണ് പൊടിക്കേണ്ടത്, ഉഴുന്നലരി മാത്രം. അതിനൊരു വേറൊരു പൊടിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഏട്ടന് ടയർ പത്തിരി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള എൻ്റെ ക്ലാസ് എടുക്കുകയായിരുന്നു ഞാൻ. എനിക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരിപ്പിൽ പോകാൻ അങ്ങനെ പറയില്ല നമ്മൾ, തലേക്കയറുക. ഏട്ടൻ്റെ അടുത്ത് വർത്താനം പറയരുത്, അധികം സംസാരിക്കാതെ ഇരുന്നിട്ടാണ് കഴിക്കുക. അത് കാരണമല്ല, പക്ഷെ എനിക്ക് കഴിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് ചുമ വരിക, എന്തോ ശ്വാസം എന്തോ ഇതായിപ്പോവും, തരിപ്പ് കയറുന്ന പോലെ ആയിരിക്കും. തരിപ്പ് കയറുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെയാവും. അത് കാരണം അധികം സംസാരിക്കില്ല. ഇന്ന് എന്തോ കാര്യമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്, എന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഏട്ടനുള്ള ലഞ്ച് റെഡിയാക്കാണ്. ഇന്നിപ്പോൾ കറിയും മുരിങ്ങയില കറിയുണ്ട്, ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല. ബീഫ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അത് ബീഫിൻ്റെ പണിയൊന്നും രാവിലെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി കഞ്ഞിയായിരുന്നു, കഞ്ഞിയിലേക്ക് ചമ്മന്തിയും ഉണക്കസ്രാവ് വറുത്തതും ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ഇരിക്കുന്നുണ്ട്. ചമ്മന്തി, തേങ്ങ ചമ്മന്തി, മാങ്ങ ചമ്മന്തി, മാങ്ങയും തേങ്ങയിട്ടുള്ളത് അതുകൊണ്ട്, ഉണക്കസ്രാവ് വറുത്തതുണ്ട്. അതൊക്കെയാണ് ഇന്ന് ലഞ്ചിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ജേണി ഞാൻ പറയാം. കഴിഞ്ഞ ഇതിൽ സിൽവർ പ്ലേ ബട്ടനൊക്കെ കിട്ടിയ സമയത്ത് വേറെ അതിനെപ്പറ്റി പറയാനാണ് വന്നത്. പക്ഷേ ഞാനപ്പോൾ എന്തോ ഡ്രസ്സിൻ്റെ കാര്യം, വീട്ടിലിരുന്ന ഡ്രസ്സിങ്ങിൻ്റെ കാര്യം, അതിലേക്ക് എന്തോ സംസാരിച്ചപ്പോൾ അതങ്ങ് വീഡിയോ അങ്ങ് തീർന്നുപോയി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ജേണി ഞാൻ ഒരിക്കലും പറഞ്ഞതാണ്, എന്നാലും ആരൊക്കെയോ അങ്ങനെ 100K ആയപ്പോൾ ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച കാരണം ഒന്നുകൂടിയും പറയാം. കേട്ടവരുണ്ടായിരിക്കും കേട്ടോ, അന്ന് കേട്ടവരുണ്ടായിരിക്കും. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നാം, എന്നാലും കുഴപ്പമില്ല, ഞാനങ്ങ് ഒന്നുകൂടി പറയാം. ഞാൻ ഗൾഫിലായിരുന്ന സമയത്താണ്, കൊറോണ ടൈമിൽ, കൊറോണ വരുന്നതിൻ്റെ മുൻപാണെന്ന് തോന്നുന്നുണ്ട്. അതെ, അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ, അതിനെപ്പറ്റി ഒന്നും അറിയില്ല എനിക്ക് അന്ന്. യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ ആരോ ചെയ്യുന്ന അങ്ങനെ ഉള്ള കാര്യങ്ങൾ, ആരൊക്കെയോ അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്നുള്ളത് എനിക്കറിയുള്ളൂ, അതൊന്നും അറിയില്ല. അങ്ങനെ എല്ലാവർക്കും ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് യൂട്യൂബ് ഒരു അക്കൗണ്ട് എടുത്തിട്ട് എന്ത് ഇടും എന്നുള്ളതായി. പിന്നെ അങ്ങനെ അന്ന്
ഇങ്ങനെ കുക്കിംഗ് ഒക്കെ അറിയാലോ, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കൂടെ? എന്നാൽ ശരി അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് അതിന്ന് എന്തോ വരുമാനം കിട്ടുമെന്നറിയാം കേട്ടോ. പക്ഷേ അത് എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും ഒന്നും അറിയില്ല. നമ്മളിപ്പോൾ ഇടുമ്പോഴേ അത് വരുമാനം ഒന്നും അറിയില്ല, വലിയ ഐഡിയ ഒന്നും ഇല്ലാണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, കുക്കിംഗ് തന്നെ തുടങ്ങിയത്. നമുക്കറിയുന്ന അങ്ങനെ അത് ചെയ്താൽ മതി പറഞ്ഞപ്പോൾ അത് ചെയ്തു. അപ്പോൾ അതിലിങ്ങനെ 2-3 മിനിറ്റ് 3-4 മിനിറ്റുള്ള കുക്കിംഗ് വീഡിയോ, അതിന് അപ്പോൾ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വീഡിയോ ഇട്ടത് ഒരു ഇൻട്രോ വീഡിയോ പോലെയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവുക. എല്ലാവരും അവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ ഒരു 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ചധികമായി. നമ്മളുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും അവരുടെ ആൾക്കാരുടെ അടുത്ത് പറയും, ഫ്രണ്ട്സും അവരുടെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയും. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അറിയുന്ന ആൾക്കാരെയും കൊണ്ട് അവർ ചെയ്യിക്കുകയായിരുന്നു, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു. വ്യൂസും മാത്രമേ ഉള്ളൂ, സബ്സ്ക്രൈബേഴ്സും വ്യൂസും. ഇപ്പോൾ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ 500 വ്യൂസ് എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഇങ്ങനെ പോവും. അത് തന്നെ വലിയ കാര്യം, തീരെ ഇല്ലാണ്ട് കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു. ഒരു 100 വ്യൂസൊക്കെ ആയാൽ തന്നെ വലിയ കാര്യം എന്നൊക്കെ ആയിരുന്നു. 100 വ്യൂസ്, പിന്നെ അതിങ്ങനെ പതുക്കെ ഇഴഞ്ഞിട്ടാണ് 500ലേക്കൊക്കെ എത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ആരടുത്തും പോയിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യരുത്. നമ്മൾ യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയില്ലേ, അങ്ങനെ ഞാനിതിൽ കണ്ടിട്ടുണ്ട്. കൂട്ടാവുമോ എന്തോ, തിരിച്ചു കൂട്ടാവുമോ അങ്ങനെ എന്തൊക്കെയോ ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ ഇനി പറയുമ്പോൾ അങ്ങനെയൊന്നും ആർക്കൊന്നും ഫീൽ ചെയ്യരുത്. ശരിക്കും നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് പോയാൽ മതി. വേറൊരാളടുത്ത് ചെന്നിട്ട് കൂട്ടാവോ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് നമ്മളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം, സബ്സ്ക്രൈബ് ചെയ്യുമോ, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അങ്ങനെയുള്ള ആ രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇത് അറിയാത്തവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു യൂട്യൂബിൽ കയറിയിട്ട് അവരുടെ വീഡിയോന് താഴെ പോയിട്ട് നമ്മളിങ്ങനെ അതൊരു ശരിയായ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നണില്ല. തിരിച്ചു കൂട്ടാവോ ഇങ്ങോട്ട് കൂട്ടാവോ അങ്ങനെ എന്താണ് ചോദിക്കാൻ തോന്നണം, അതൊന്നും അത്ര ഇതില്ല. അപ്പം ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. എൻ്റെ യൂട്യൂബ് ജേണി പറയാൻ പോയിട്ട് ഞാനിപ്പോൾ മറ്റുള്ളവരുടെ കാര്യമൊക്കെ പറയാൻ തുടങ്ങി. അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഫസ്റ്റ് ചോദിച്ച ആൾ എൻ്റെ ഫ്ലാറ്റിനടുത്തുള്ള ഒരു പയ്യനായിരുന്നു കേട്ടോ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോൾ തുടങ്ങണമെങ്കിൽ എന്തൊക്കെ വേണം, അതിൻ്റെ സാധന സാമഗ്രികൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ അപ്പോഴേക്കും എനിക്കൊരു ഫ്രണ്ടിനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടു, മനില. അപ്പോൾ അവൾ യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചു എന്തൊക്കെയാണ് കാര്യങ്ങൾ, ട്രൈപോഡ് വാങ്ങിക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളവിടെ ദുബായിൽ നിന്ന് ട്രൈപോഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ യൂസ് ചെയ്യുന്ന മൊബൈലും തന്നെ അങ്ങനെയൊക്കെ വാങ്ങിച്ച്, അതെ മൊബൈൽ പിന്നെ വാങ്ങിക്കേണ്ട, മറ്റേതൊക്കെ സാധനങ്ങളൊക്കെ ഇതന്നെ വേണ്ടി വന്നുള്ളൂ. ട്രൈപോഡ് തന്നെ വേണ്ടി, റിംഗ് ലൈറ്റ് ഉള്ളത്. ആ റിംഗ് ലൈറ്റാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത്. അത് പിന്നെ ഇവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പോഴേക്കും ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും ആണ് തോന്നുന്നുണ്ട് പിന്നെ നാട്ടിലേക്ക് വന്നില്ലേ. അപ്പം പിന്നെ എല്ലാം പൂട്ടിക്കെട്ടി. പിന്നെ നാട്ടിൽ വന്നിട്ടും അതെ 2-3 വീഡിയോ ചെയ്തു തോന്നുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് കിട്ടുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു ഒഴുക്കിലിങ്ങനെ പോയതായിരുന്നു. ആ വീഡിയോ ചെയ്യുന്നു, ആഴ്ചയിൽ 2-3 വീഡിയോ ഇടും. അത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യണോ അതങ്ങ് ഇടണോ, അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ എല്ലാം തകിടം പറഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് വരേണ്ട ഒരു ഇതായത്. അപ്പോൾ പിന്നെ നാട്ടിൽ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. എന്താ ഞാൻ ഇപ്പോൾ ചെയ്യുക, ഇതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം എന്നും അറിയില്ല, ഒരു ഇത് കിട്ടുന്നില്ല. അങ്ങനെ നിർത്തി ഞാൻ ജോലിക്ക് പോയല്ലോ. വീണ്ടും നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു 2 ആഴ്ച ഞാനും കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ വീട്ടിലങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല, അങ്ങനെ ജോലി ചെയ്യാണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ബ്രേക്കൊന്നും വന്നിട്ടില്ല. ജോലിക്ക് പോകാൻ തുടങ്ങി. പക്ഷെ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതുണ്ട്. അങ്ങനെയാണ് വീട് പണി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിൽ വന്നപ്പോൾ തുടങ്ങി ഞാൻ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി. അത് എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതായി ആലോചനകൾ. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതൊക്കെ ആലോചിക്കും, അതുപോലെ ചെയ്യുക ഇതുപോലെ ചെയ്യുക എന്നുള്ളത് അന്ന് തുടങ്ങിയിട്ട് ഞാൻ, അതായത് ആ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് ഒരു 9 മാസം കൊണ്ട് വീട് പണി കംപ്ലീറ്റ് ആയത്. ഈ സമയമൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണം, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം, ഇതിലൊക്കെ ഇങ്ങനെ കാണുന്നതല്ലേ ഞാൻ, എനിക്കും ഇതുപോലെ ചെയ്യണം. യൂട്യൂബ് ജേണി പറയണതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരുപാട് പണികൾ കഴിഞ്ഞിട്ടാ. ബീഫൊക്കെ കഴുകി ഇനിയിപ്പോൾ അതൊന്ന് കുക്കറിലിടാൻ പോവാണ്. അതിൽ വെറുതെ ജസ്റ്റ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിക്കുകയാണ്. പിന്നെ അത് കുക്കറിൽ ഞാൻ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് പോയിട്ട് 2 വിസിലാകുമ്പോഴേക്കും ഒന്ന് തുറന്നു നോക്കും. എന്നിട്ട് വീണ്ടും ഞാൻ മൂടി ഒന്നുകൂടി ആക്കും. അതായത് ഒരു ദിവസം ഇതേപോലെ ബീഫ് വെച്ചിട്ട്
എത്ര വിസിലാണ് വന്നു എനിക്കിപ്പോൾ ഓർമ്മയില്ല. 2 3 4 എത്ര വിസിലടിച്ച് എനിക്ക് ഓർമ്മയില്ല. അന്ന് രണ്ടാമത് എന്തോ ചെയ്തു ഞാൻ. എന്തായാലും കുറേ വിസിലായി തുറന്നു നോക്കിയപ്പോൾ പിന്നെ അത് കട്ട്ലറ്റ് ഉണ്ടാക്കേണ്ടി വന്നു. അത്രയും വെന്ത് പോയി അത്. അതിന് ശേഷം ഞാൻ ആയോ എന്ന് ഇടയ്ക്കൊന്ന് ഇത് ഓഫാക്കും. 2 വിസിൽ വന്ന് ഓഫാക്കും, എന്നിട്ട് തുറന്നു നോക്കും, എന്നിട്ട് വീണ്ടും ഒന്ന് മൂടിയിട്ട് 1 വിസിലാക്കും, വീണ്ടും തുറന്നു നോക്കും. അങ്ങനെ ബീഫ് വന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കേണ്ടി വന്ന കാരണം പിന്നെ ഒക്കെ ഭയങ്കര ശ്രദ്ധയിലേ ചെയ്യുള്ളൂ ഞാൻ. ഈ ബീഫും മീനും ചിക്കനും എല്ലാം നന്നായി കഴിഞ്ഞാൽ ഞാൻ മൊത്തം ഒരു വിനാഗിരി പരിപാടി ഉണ്ട്. മൊത്തം വിനാഗിരി ഇട്ടിട്ട് എല്ലായിടത്തും കഴുകും. അപ്പോഴാണ് ആ സ്മെല്ല് പോകുള്ളൂ. പാത്രത്തിലായാലും കയ്യിലായാലും സിങ്കിലായാലും ഇപ്പോൾ കൗണ്ടർ ടോപ്പിലായാലും എല്ലാം ഞാൻ വിനാഗിരി വെച്ചിട്ട് തുടയ്ക്കലും കഴുകലും ചെയ്യും കേട്ടോ. ബീഫിലേക്ക് ഞാൻ സവോളയും ചെറിയ ഉള്ളി കുറച്ച് അധികം, സവോള കുറച്ച് കുറവ്. ചെറിയ ഉള്ളിയാണ് ഈ ചിക്കൻ കറി ആയാലും ബീഫായാലും എല്ലാത്തിലും ചെറിയ ഉള്ളിൻ്റെയാണ് ടേസ്റ്റ് കൂടുതൽ. ചെറിയ ഉള്ളി ചേർത്താലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും സവോള ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി വിരോധമാണെങ്കിലും ഇതിലൊന്നും ഇഞ്ചിക്ക് വിരോധമില്ല കേട്ടോ. എല്ലാം കൂടിയിട്ട് വഴറ്റിയിട്ട് അതിൽ ഞാൻ തക്കാളി ഇതിലിടുന്നില്ല, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഞാൻ ബീഫിലേക്ക് നമ്മൾ എപ്പോഴും എന്തായാലും തേങ്ങ കൊത്ത് ചേർക്കുമല്ലോ, അതിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതുവരെ പറഞ്ഞു നിർത്തി നമ്മുടെ യൂട്യൂബ് ജേണി. നാട്ടിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിൽ ഒന്നും എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അത് നിർത്തി വെച്ചല്ലോ. അപ്പോൾ കിട്ടിയ മോണിറ്റൈസേഷനും അതൊക്കെ പോയിട്ടാണ്. അതും അറിയില്ല, നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയ സാധനമൊക്കെ പോകുന്നൊന്നും അറിയില്ലായിരുന്നു. അതിലപ്പോൾ ഇങ്ങനെ അരിച്ചരിച്ചിട്ട് ഡോളർ കയറുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷേ അതിൽ വീഡിയോ ഇടാഞ്ഞാൽ അതൊക്കെ എടുത്ത് പോകുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അത് പിന്നെ ഡോളർ സിമ്പിളൊന്നും കാണാതെ അപ്പോഴാണ് പിന്നെ കേട്ടറിഞ്ഞത്. അങ്ങനെ നമ്മൾ വീഡിയോ ഇടാതെ കുറേ കാലം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പോകും നല്ലത്. അപ്പോൾ അതും പോയി. ഇപ്പോൾ യൂട്യൂബ് അങ്ങനെ ഒരു പേര് മാത്രമായി കുറച്ച് 1000 എത്ര സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു 2-3 വർഷം അങ്ങനെ ഒരേ കിടന്നു. ഒരു വീഡിയോ ഒന്നും ഇടാറൊന്നുമില്ല. പിന്നെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് അതിനിടയിൽ വീട് പണി നടക്കുന്ന സമയത്ത് എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വീട് പണിയുടെ എന്തൊക്കെയോ കാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തത് ഹൗസ് വാമിംഗ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്താ പറയുക, ഹോം ടൂറായിട്ട് കാണിച്ചു. അപ്പോൾ എനിക്കൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല. അതൊക്കെ മുൻപൊക്കെ ചെയ്തിരുന്നു ഞാൻ. നന്നായിട്ട് നന്നായിട്ട് എൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിലൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കുക അത്ര മിടിക്കൊന്നുമല്ല. അപ്പോൾ പക്ഷേ എനിക്ക് അതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആകെ ഒരു എങ്ങനെ പറയണം എന്ത് പറയണം എന്നൊന്നും അറിയണില്ല. എവിടെ ആ ഒരു ഫ്ലുവൻ്റായിട്ട് വരുന്നില്ല എനിക്ക്. അങ്ങനെയൊക്കെയാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഹോം ടൂറൊക്കെ ചെയ്തു. അതങ്ങ് ക്ലിക്കായി ഹോം ടൂറ്. അപ്പോൾ അത് നല്ല രീതിയിൽ വൈറലായ പോലെയൊക്കെ. അതന്നെ 2-3 ദിവസം ഞാൻ ഇങ്ങനെ കാത്തിരുന്നു. അയ്യോ, ഈ ആകെ ഒരു പ്രതീക്ഷ, അതായത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. അതായത് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ്. ഞാൻ കുറേ കണക്ക് കൂട്ടലുകളിലായിട്ടാണ് ഞാനിത് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു പ്രതീക്ഷയാണുള്ളത്. ഈ ഹോം ടൂർ ചെയ്യുമ്പോൾ വൈറലായാൽ അതിലങ്ങ് പിടിച്ച് കയറാന്നുള്ളത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം ഇത് അതേപടി കിടക്കുകയാണ്. വലിയ നീക്കൊന്നുമില്ല. അങ്ങനെ 3-ാമത്തെ ദിവസം അതങ്ങ് പെട്ടെന്ന് അങ്ങ് കയറി. അപ്പോൾ ഒരു ആശ്വാസമായി. ഇനി കുഴപ്പമില്ല. പിന്നെ ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്, മോർണിംഗ് റൂട്ടീൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ റിഹേഴ്സൽ നടത്താൻ എനിക്കറിയില്ല ഇത് എങ്ങനെ ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടതെന്നും അറിയില്ല. ഞാനത് രാവിലെ എണീറ്റ് ഇങ്ങനെ ഓരോന്ന് ചെയ്യും, എന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ആക്കും. അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു വലിയ വീഡിയോ ആയി കഴിഞ്ഞാൽ ഞാനത് വോയിസ് ഓവർ കൊടുക്കും, എന്നിട്ട് ഡിലീറ്റ് ആക്കി കളയും. അപ്പോൾ എനിക്കത് അപ്പോഴും തോന്നണില്ല ഇത് ശരിയായിട്ടില്ല എന്നുള്ള തോന്നില്ല. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ വീഡിയോ എടുക്കും, അതങ്ങ് ഡിലീറ്റ് ആക്കും. അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഇതിന് ഫുൾ സപ്പോർട്ട് തന്നിരുന്നത് നമ്മുടെ സൂര്യനും എൻ്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്താ മുൻപ് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ വീഡിയോ കാണുമ്പോഴും അതങ്ങനെ ഇങ്ങനെ ചെയ്യേ. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നപ്പോഴും അതെ, നീ ഇത് എന്തായാലും വിടരുത്, എന്തായാലും ചെയ്തേ പറ്റൂ, നിനക്ക് എന്താ വേണ്ടത്, നിനക്കിതൊന്ന് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും ചേച്ചി. എന്താ നിനക്ക് വേണ്ടത്, അതെന്താ വേണ്ടിച്ചാൽ പറയുക, അതിനുള്ള എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരാം, നീ വീഡിയോ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി കുറേ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു ഇത് കിട്ടുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയും.
അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിച്ച് വന്നിട്ടോ. ബീഫ് ഞാനെല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ട് കുളിക്കാൻ പോയതാണ്. ബീഫൊക്കെ കറക്റ്റ് വേവിന് കിട്ടി. അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും കുക്കർ അടച്ച് പെട്ടെന്ന് തുറന്നു അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് ഇപ്പം സൂര്യൻ ഇവിടെ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു. അതാണ് അവന് തീരെ കാണാഞ്ഞത്. സൂര്യൻ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ക്യാമറയുടെ അപ്പുറം നിന്നിട്ട് ഓരോ സംസാരം വർത്താൻ അതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും ഇപ്പം ഇന്നൊന്നും ഉണ്ടാവാത്തത് അവന് ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാതിരിക്കുകയാണ്. ഇനി ഊണ് കഴിച്ചിട്ട് വേണം കുറച്ച് പാക്കിങ് ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടി ഉണ്ട്. അവർ കൊറിയർ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അങ്ങനെ വിളിക്കുക ചെയ്യാം. ഞാൻ ഇന്ന സമയത്തേക്ക് പാക്കിങ് എപ്പോഴാണ് ചെയ്യുന്നത് കഴിയുന്ന വെച്ചാൽ അതൊന്ന് അറിയിച്ചാൽ മതി പറയും. അങ്ങനെ അപ്പോൾ അവർ ആ സമയത്ത് വന്നിട്ട് എടുത്തിട്ട് പോവുക ചെയ്യാം. ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അതിനങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റു പാത്രങ്ങൾ പോലെയല്ലല്ലോ. ഇപ്പോൾ ഇത് അതിനടുത്ത് അപ്പം തന്നെ വേഗം കഴുകി പിന്നെ അത് വെള്ളം കളയാൻ നമ്മൾ വേഗം അപ്പം തന്നെ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് അങ്ങ് ചൂടാക്കണം. അല്ലാതെ വെള്ളം പോട്ടെ വെച്ചിട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുരുമ്പ് പിടിക്കും, ഒരു കളറൊക്കെ വരും. അപ്പോൾ അത് അടുപ്പിൻ്റെ അത് ചൂടാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ തന്നെ അത് ചൂട് പോയതിനു ശേഷം എണ്ണ പിന്നെ തേക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പോകുന്നതാണ്. ഗിവ് അവേക്ക് വെച്ച സാരി 2 ആളേനെ കിട്ടിയിട്ടുള്ളൂ. 3ാമത്തെ ആള് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതായി 2 സാരി ഇപ്പോൾ പാക്ക് ചെയ്യാൻ എടുത്തതാണ്. ഒരാളുടെ പേര് കവിത, മറ്റാള് രഞ്ജു രാജ്. ഈ 2 സാരിയാണ് പാക്ക് ചെയ്തിട്ട് അയക്കുന്നത്. 3ാമത്തെ ആള് ഒരാളെ കൂടി കിട്ടാണ്ടെന്ന് പറഞ്ഞില്ലേ, വന്നിട്ടില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് ഒരാഴ്ചത്തെ സമയമായിരുന്നു, ഒരാഴ്ചത്തെ ഉള്ളിൽ വരാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 10 ദിവസമായി. ഇനി നമുക്കൊന്ന് ക്യാൻസൽ ചെയ്താലോ? ഇനിയിപ്പോൾ വരുമോ? ഇല്ല, ഞാൻ പറഞ്ഞ ടൈം ഒരാഴ്ചയാണ്. ഇനിയിപ്പോൾ വരില്ലായിരിക്കും അല്ലേ? ആ ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ ഇനി 3ാമത്തെ ആളുടെ പേര് ഇല്ല. ഇത് ഇതിൻ്റെ കൂടെ അയക്കുന്നത് അവർ വേറെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ വെച്ച് അയക്കുന്നതാണ്. പ്രീമിയം കളക്ഷനിൽ കാണിക്കാറില്ലേ, അതിൻ്റെ ഒരു പിങ്കും ഒരു ലാവൻഡർ കളർ അങ്ങനെയാണ് കേട്ടോ ഇതിനെക്കൊണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 750 ആണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കുർത്തി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല പ്യുവർ കോട്ടൺ ആണ്, മിക്സ് ഒന്നുമില്ല. നല്ല കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് എനിക്ക് ലൂസാണ്, ഞാൻ ലാർജാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും മീഡിയം മതിയായിരുന്നു. പക്ഷേ ചിലപ്പോൾ മീഡിയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് അല്ല, അങ്ങനെ എന്തോ ഒരു ഇത് തോന്നും ഇടയ്ക്ക്. ഞാൻ പിന്നെ ഷേപ്പ് ആക്കിയിട്ടൊന്നുമില്ല, അതാണ് ഇങ്ങനെ. ഷേപ്പൊക്കെ വേണമെങ്കിൽ ആക്കാം. അപ്പോൾ നല്ല മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞതാണ്. പിന്നെ പെലാസോ പാൻ്റ് ആണെങ്കിലും അതെ, നല്ലതാണ്. അത് കോട്ടൺ അല്ല, അതെന്തോ റയോൺ ആണ് കേട്ടോ. ഞാനിത് രണ്ടും വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. കുറച്ചുകൂടി വേറെയും പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കൊറിയറുകാരുടെ അടുത്ത് ഒരു 5 മണി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാൻ പോവുകയാണ്. എൻ്റെ ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് ബ്ലൗസ്. അത് പുളിയേലക്കര മുണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. ഒരു പുളിയേലക്കര ഉടുക്കാത്തിട്ട് പോകാമെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് റെഡ് ബ്ലൗസ് അതിന് നല്ലൊരു എന്താ പറയുക, ചെല്ലി റെഡ്. അപ്പോൾ ആ ബ്ലൗസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് വാങ്ങിക്കട്ടെ. സൂര്യൻ്റെ സ്കൂളിലേക്ക് പോണ വഴി തന്നെയാണ്, അവിടേക്ക് എത്തണ്ട, അതിൻ്റെ മുൻപാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നു. ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ബ്ലൗസും പുളിയേലക്കര മുണ്ടും വേഷ്ടിയും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ്, പുളിയേലക്കര മുണ്ടിലേക്ക് 2.8 ചില്ലി റെഡ് കരയാണ് കേട്ടോ. ഞാനിതിൻ്റെ ബ്ലാക്ക് കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ തോന്നി എനിക്ക് റെഡ് കൂടി എടുക്കാൻ. ഭയങ്കര ഇഷ്ടമാണ് പുളിയേലക്കര മുണ്ടും നീതി.
അങ്ങനെ കുറച്ച് നേരം ഓർഡർ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ആയപ്പോൾ കിച്ചണിലേക്ക് തന്നെ വന്ന് കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാം. ബീഫ് ഉണ്ടാക്കിയതല്ലേ, പഴംപൊരിയും ബീഫും എങ്ങനെയുണ്ട് എന്നൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മധുരം എന്തോ വന്നു. അപ്പോൾ ഇതിൽ തന്നെ കമൻസിൽ പറഞ്ഞതാണോ അതോ ഇനി എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് ഓർക്കുന്നില്ല. മധുരമില്ലാത്ത, ഒരുപാട് മധുരിക്കാത്ത, അതായത് ഒരുപാട് പഴുക്കാത്ത പഴം കൊണ്ട് വേണം ഉണ്ടാക്കാൻ, അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പഴമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കട്ടെ. അപ്പോഴേക്കും സൂര്യൻ വിളക്ക് കൊളുത്താനായി പറഞ്ഞിട്ട് വിളിച്ചതാണ്. അപ്പോൾ മാവൊക്കെ അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം മഴയും പെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല സമയമാണ്. പഴംപൊരിയും ബീഫും നല്ല ചൂട് ചായയും പിന്നെ നല്ല മഴയും. അപ്പോൾ നല്ല കോമ്പിനേഷനായി. അപ്പം നമ്മൾ യൂട്യൂബ് ജേണി അവിടെ ഒരു കോമിട്ടിട്ട് പോകുന്നതാണല്ലോ. അപ്പം ബാക്കി കൂടിയും പറയണമല്ലോ അല്ലേ, ബാക്കി കൂടിയും പറയാം അത്. അപ്പോൾ അങ്ങനെ വീട് പണി സമയത്ത് അങ്ങനെ ആലോചിച്ചിരുന്നിരുന്ന കാര്യമാണല്ലോ. അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതും. പിന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഓടി, ഒരു വൈറൽ പോലൊക്കെ ആയി ഏകദേശം. എന്താണ് ഹോം ടൂറ്. പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ വീഡിയോ ഇട്ടു. അപ്പോൾ ഡിസംബറിലാണിത് റീസ്റ്റാർട്ട് ചെയ്തത്. ഡിസംബറിലല്ലേ, അതെ ഡിസംബറിൽ തന്നെ. നവംബർ ലാസ്റ്റ് ആണ് തോന്നുന്നുണ്ട്, അതോ ഡിസംബർ ഫസ്റ്റ് വീക്കിലായിട്ട്. ഇപ്പോൾ ഒരു 1.5 വർഷമായി റീസ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇട്ടപ്പോഴും അത് അത്യാവശ്യം നല്ല വ്യൂസിലൊക്കെ അങ്ങനെ പോയി. അങ്ങനെ ഒരു ഫെബ്രുവരി 4-ാം തീയതി ഞങ്ങളിങ്ങനെ കാടാമ്പുഴ അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് മോണിറ്റൈസേഷനൊക്കെ ആയതിൻ്റെ അവിടുന്ന് ഇൻഫർമേഷൻ ഒരു മെയിൽ വന്നത്. അതിനുശേഷം തിരക്കിടില്ലാത്ത വരുമാനം എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ 2 മാസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും പ്ലാനുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇതുപോലെ മോണിറ്റൈസേഷൻ പെട്ടെന്നാവുക, എനിക്ക് വീഡിയോസിനൊക്കെ റീച്ച് കിട്ടിയിട്ട് എല്ലാവരും അറിയുന്ന ഒരു ചാനലായിട്ട് മാറണം. പിന്നെ സിൽവർ പ്ലേ ബട്ടൺ, ഇതൊക്കെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടണം, പിന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഈ റീസ്റ്റാർട്ട് ചെയ്ത ആ സമയത്താണ് എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച്, അതായത് ഇനി അതിന് വേണ്ട, ആ ചാനലൊന്നും ഞാൻ ഇനി ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ച ഒരു ചാനലിനെയാണ് ഞാൻ പൊടി തട്ടിയെടുത്തിട്ട് ഇതുവരെ എത്തി നിൽക്കുന്നത്. അങ്ങനെ നല്ല മഴയത്ത് ഞങ്ങൾ ചായയും പഴംപൊരിയും ബീഫും കഴിക്കട്ടെ. ഇത് പഴംപൊരിയും ബീഫും അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നണില്ല, കുഴപ്പമില്ല, കഴിക്കാം, അത്ര തന്നെ. പിന്നെ ഗിവേവേയുടെ ഒരാളുടെ റിസൾട്ട് ഞാൻ ക്യാൻസലാക്കിയില്ലേ, അപ്പോൾ ആ സാരി എൻ്റെ അടുത്തുണ്ടല്ലോ, അത് ഞാൻ എൻ്റെ അടുത്ത് തന്നെ വെക്കുന്നില്ല. അതിനെക്കുറിച്ചിട്ട് ചില പ്ലാനുകളൊക്കെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.